السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒരു റമളാനിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ റമളാനിനെ സാക്ഷിയാവുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. മുഹമ്മദീയ ഉമ്മത്തായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് മാബൈന സിത്തീന വസ്സബഈൻ, 60ൻ്റെയും 70ൻ്റെയും ഇടക്കാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് നമുക്ക് മുമ്പ് ജീവിച്ചുപോയ, ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ ജീവിച്ചുപോയ സമുദായങ്ങൾക്ക് ഒപ്പമെത്താൻ, അല്ലെങ്കിൽ അവരെക്കാളും നന്മയിൽ മുന്നേറാൻ നമുക്ക് വളരെ ചുരുങ്ങിയ ഈ വർഷങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നന്മകളിൽ അവർക്കൊപ്പമെത്താൻ അള്ളാഹു ഒരുപാട് അവസരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റമളാൻ എന്ന് പറയുന്നത്. അള്ളാഹു ഒരാൾക്ക് ദീർഘായുസ്സ് നൽകുകയും അങ്ങനെ കൂടുതൽ റമളാനിൽ പങ്കെടുക്കാനും അത് മുഖേന നന്മയിൽ മുന്നേറാനും കഴിയുക എന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നൽകപ്പെടുന്ന തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിച്ച ഈ റമളാനിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അന്നന്നാസ ഫിസ്സലാത്തി അലാ മറാത്തിബിൻ ഖംസ്, ജനങ്ങൾ അവരുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ 5 പദവികളിലായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുക. ഹിയ മുആഖബുൻ, അതിലൊന്നാമത്തെ വിഭാഗം അവരുടെ നമസ്കാരം കാരണമായി അവർക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. വമുഹാസബുൻ, രണ്ടാമത്തവർ അവരുടെ നമസ്കാരത്തിൻ്റെ പേരിൽ വിചാരണ നേരിടുന്നവരാണ്. വമുകഫറുൻ അൻഹു, തങ്ങളുടെ പാപം നമസ്കാരം കാരണമായി പൊറുക്കപ്പെടുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. വമുസാബുൻ, നാലാമത്തെ കൂട്ടർക്ക് പ്രതിഫലം നൽകപ്പെടും. വമുഖറബും മിർ റബ്ബിഹി, അഞ്ചാമത്തെ കൂട്ടർ തങ്ങളുടെ നമസ്കാരം കാരണമായി അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരാണ്. എന്നിട്ട് ഇമാം അവറുകൾ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, ഒന്നാമത്തെ വിഭാഗം ആളുകൾ തങ്ങളുടെ നമസ്കാരം കൊണ്ട് അവർക്ക് ശിക്ഷ ലഭിക്കുന്നത് അവർ അതിൻ്റെ ബാഹ്യമായ ഷർത്തുകൾ, റുക്നുകൾ പോലും ശ്രദ്ധിക്കാത്ത ആളുകളായിരുന്നു. ഫൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല എന്ന് ഖുർആനിൽ അവരെ പറ്റി വിശേഷിപ്പിക്കുന്നുണ്ട്. അവർ നമസ്കാരത്തിലേക്ക് അശ്രദ്ധയോടുകൂടിയാണ് അത് നിർവഹിക്കുക. യുറാഊന നാസ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അവർ നമസ്കരിക്കുക. ചിലപ്പോൾ ഉസ്താദുമാരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മാതാപിതാക്കളെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പറയപ്പെട്ട് കേട്ടിട്ടുണ്ട്, ഗൾഫിലൊക്കെ ചില ആളുകൾ അവരുടെ ജോലിയിൽ അവരുടെ മുതലാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയൊക്കെ വുളു എടുക്കാതെ പോലും നമസ്കരിക്കാതെ ആളുകളുണ്ടെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ നമസ്കാരത്തിൻ്റെ പേരിൽ ശിക്ഷ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കൂട്ടർ ബാഹ്യമായ ഘടകങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ വുളുവും റുക്നുകളും ഷർത്തുകളും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ നമസ്കാരത്തിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ചിന്ത ഇല്ലാത്ത കൂട്ടരാണ്. അഥവാ നമസ്കാരത്തിലെത്തിക്കഴിഞ്ഞാൽ ശൈത്താൻ്റെ ഭാഗത്തു നിന്നുള്ള പല വസ്വാസുകളും ഉണ്ടാകും, ചിന്തകളും ഉണ്ടാകും. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കാതെ പല രീതിയിൽ ചിന്തകളെ അഴിച്ചുവിട്ട ആളുകളാണ് രണ്ടാമത്തെ കൂട്ടർ. അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഇമാമ് പറയുന്നുണ്ട്. മൂന്നാമത്തേത് മുകഫറുൻ അൻഹു, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ആളുകളാണ്. അവരുടെ ബാഹ്യമായ റുക്നുകളും ഷർത്തുകളുമൊക്കെ പൂർത്തിയായിരിക്കും. അവർക്കും ഈ പറഞ്ഞതുപോലെ മനസ്സിൽ ചിന്തകൾ, വസ്വാസുകൾ ശൈത്താൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ആ സമയത്ത് അവർ അതിനോട് ജിഹാദ് ചെയ്ത് അതിനെ
മനസ്സിൽ നിന്നും മാറ്റി എപ്പോഴൊക്കെ ചിന്ത നമസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ആ സമയത്തൊക്കെ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിശ്രമിച്ചതിൻ്റെ പേരിൽ അവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നതാണ്. നാലാമത്തെ കൂട്ടർ, അവർ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും നമസ്കാരത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവർക്ക് അധികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം മുഖറബും മിർ റബ്ബിഹി, അവർ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള മുനാജാത്തിലായിരിക്കും, അവർ അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിലായിരിക്കും ആ ആളുകൾ ഉണ്ടാവുക. അവർക്ക് റഹ്മത്തിൻ്റെ ആയത്തുകൾ ഓതുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അള്ളാഹുവിനോട് അവൻ്റെ കരുണയെ ചോദിക്കാനും അതുപോലെ തന്നെ അദാബിൻ്റെ ആയത്തുകൾ ഓതുന്ന സമയത്ത് അതിൽ നിന്നും കാവലിനെ തേടാനുമൊക്കെ കഴിയുന്ന രീതിയിൽ അത്രത്തോളം ആ നമസ്കാരത്തിൽ മുഴുകിയവരായിരിക്കും അവർ. ആ ഒരു നമസ്കാരമായിരുന്നു സഹാബാക്കളുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കണ്ണിൻ്റെ കുളിർമ അത് നമസ്കാരത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അത് അത്തരത്തിലുള്ള ഒരു നമസ്കാരമായിരുന്നു. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും അറിയാത്ത തരത്തിൽ നമസ്കാരത്തിൽ തന്നെ മുഴുകുന്ന കൂട്ടരാണ് ഈ കൂട്ടർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം പൂർണ്ണമായി ശ്രദ്ധയോടുകൂടി നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും രാത്രി നമസ്കാരങ്ങൾ നമ്മൾ കുറച്ച് അധികം സമയം നമസ്കരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയും ചിന്തകളും ഒന്നും മാറാതെ ആ നമസ്കാരം നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന രീതിയിൽ ഉള്ളതായി മാറരുത്. അത്തരത്തിൽ ശ്രദ്ധിച്ച് നമസ്കാരം നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.